ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ പണ്ടത്തെ ചങ്കരൻ പിന്നെയും തെങ്ങുമ്പോൾ തന്നെ എന്ന് പറയുന്ന പോലെ ഞാൻ വീണ്ടും നമ്മുടെ പ്ലാന്റ്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പുതിയതൊന്നുമല്ല, നമ്മുടെ കുരങ്ങന്മാർ നശിപ്പിച്ചിട്ടതിൻ്റെ അവശിഷ്ടങ്ങളാണ്. അത് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് വെച്ചു. ഇത് ചിലപ്പോൾ ഇനിയും നശിപ്പിക്കുമായിരിക്കും, പക്ഷേ എനിക്കെന്തോ ഈ കാര്യത്തിൽ ക്ഷമയുടെ നെല്ലിപ്പലക കഴിഞ്ഞും എനിക്ക് ക്ഷമയുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം പ്ലാന്റ്സ് ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. പ്ലാന്റ്സിനെ ടേക്ക് കെയർ ചെയ്യാതെ എൻ്റെ ലൈഫിൽ എനിക്ക് ഒട്ടും ഹാപ്പിനെസ് കിട്ടുന്നില്ല. എന്ത് ചെയ്യാനാണ്? എന്തായാലും ഞാനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാനും സച്ചും കൂടെ. അതിൻ്റെ ഒരു പച്ചപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ. എന്തായാലും വരും വഴിയെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളെയാണ് കുരങ്ങന്മാർ കൂടുതൽ നോട്ടം ഇട്ടത്. അതിൻ്റെ ഇടയിൽ ഇതാ പാവങ്ങളായിട്ടുള്ള നമ്മുടെ കുറച്ച് മുളകും കുറച്ച് തക്കാളിത്തൈയൊക്കെ ഒന്നും ചെയ്യാതെ അങ്ങനെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ പിടിച്ച് കുറച്ച് പൊക്കത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ തളിച്ചു കൊടുക്കുന്നത് നമ്മുടെ അരി കഴുകിയ വെള്ളമാണ് കേട്ടോ. അത് ഞാൻ 2-3 ദിവസത്തെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുവാണ്. ആക്ച്വലി ഇത് പ്ലാന്റ്സിന് വളരെ നല്ലതാണ് കേട്ടോ. സ്റ്റാർച്ചൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു നാച്ചുറൽ ന്യൂട്രീഷൻ പോലെയാണ് പ്ലാന്റ്സിന് ഇത്. ഇവിടെ ഒരു പൂങ്കാവനം സൃഷ്ടിക്കാൻ പറ്റുന്ന ആദ്യം ഞാൻ ചിന്തിച്ചത് കൊണ്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ഹാങ്ങിങ് പോട്ട്. ഇങ്ങനെ അതാ ഗ്രില്ലിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന ഇരുമ്പിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. ഇനി അങ്ങോട്ട് എൻ്റെ പ്ലാന്റ്സ് ഒക്കെ നടക്കുവാണെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്ത് നമുക്കൊരു അടിപൊളി ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ഞാനിങ്ങനെ വിചാരിക്കുവാണ്. നമ്മുടെ ആന്തോറിയത്തുമ്മേ കുഞ്ഞു മുളകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. നിങ്ങളെ കാണിച്ചു തരാനാണ് ഞാനിപ്പോൾ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പം തന്നെ അകത്തെടുത്ത് വെക്കും. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.